ഇല്ല, ഇവിടെയുള്ള പോലെയുള്ള ഒരു അറിവും നോളജൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ സാറെന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുത്തി ഒരു ഗുരുകുലം മോഡലിൽ തന്നെയാണ് സാറ് നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതെങ്ങനെ അടുത്തതിൽ എങ്ങനെ ശരിയാക്കണമെന്ന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 7 കിലോ 8 കിലോ അടുത്തോളം കുറഞ്ഞു. മൈഗ്രെയിനും ഇപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഉണ്ടാകുന്നില്ല. ആ ഒരു ദിവസം കഴിച്ച ഗുളിക മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് ഗുളിക നിർത്തുകയും വന്നിട്ടില്ല. നമുക്ക് തന്നെ സ്വയം സുഖപ്പെടുത്താൻ പറ്റും. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളൊരു ഗുരുവിനെ കിട്ടിയത് നന്നായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലുകളുടെ സെറ്റപ്പ് അല്ലല്ലോ. അപ്പോൾ ഒരു വീടിന്റെ അന്തരീക്ഷമാണ്. ഇതാണോ, ഇങ്ങനെയാണോ, വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ തന്നെ. അതെ അതെ. നമസ്കാരം. വെള്ളൂർ നവജീവനം നേച്ചർ ലിവിങ് ഹോമിലെത്തി ശരിയായ ജീവിത രീതിയും അതുപോലെ തന്നെ ശരിയായ ഭക്ഷണ രീതിയും മനസ്സിലാക്കി രോഗങ്ങൾ ഭേദമാക്കി ഇന്ന് നേച്ചർ ഹോമിൽ നിന്ന് പോകുന്ന മൂവാറ്റുപുഴ സ്വദേശി ജെസ്സി എബ്രഹാമാണ് നമ്മളോടൊപ്പമുള്ളത്. ഇവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രോഗവിവരങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഏത് ഇതിൽ നിന്നാണ് നവജീവനത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. യൂട്യൂബിലാണ്. എന്തെല്ലാമായിരുന്നു അസുഖങ്ങൾ? എനിക്ക് ശരിക്കും ഞാൻ വന്ന കാലിൻ്റെ തരിപ്പ്, മരവിപ്പ്, പിന്നെ ഷുഗർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബോഡി വെയ്റ്റ് കുറയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടും പറ്റാത്ത കാര്യമാണ്. പിന്നെ ഈ ജീവിത രീതി പഠിക്കാമെന്നും കൂടിയാണ് ഞാൻ വന്നത്. പിന്നെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷുഗറും മൈഗ്രെയിനും ഒക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി? മൈഗ്രെയിൻ തുടങ്ങിയിട്ടൊരു 30 വർഷമായി. പിന്നെ ഷുഗർ തുടങ്ങിയത് നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഷുഗർ എന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടല്ല. കൊറോണ കഴിഞ്ഞപ്പോൾ തൊട്ട് ഷുഗർ തുടങ്ങിയല്ലേ? അതെ അതെ. അപ്പോൾ ഈ കൊറോണയുടെ വാക്സിനൊക്കെ ഉപയോഗിച്ചായിരുന്നു? വാക്സിൻ ഉപയോഗിച്ചായിരുന്നു. നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഏതെല്ലാം രീതിയാണ്? ഞാനെല്ലാം, അതായത് ഈ ആദ്യത്തെ വർഷം തുടങ്ങി എനിക്ക് കാലിന് പയ്യെ ഒരു തരിപ്പും മരവിപ്പും തുടങ്ങി ഞാൻ ഓരോ ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട്. എനിക്ക് ശരിയായിട്ടുള്ള ഒരു നോളജ് കിട്ടിയിട്ടില്ല. ഇത് എന്തുകൊണ്ട് വന്നേക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിശോധന ചെയ്യും. ഇത് കുഴപ്പമില്ല, മാറിക്കോളൂ, മരുന്ന് കഴിച്ചോളാൻ പറയും. പക്ഷേ മരുന്നിനോട് കഴിക്കാൻ എനിക്ക് വിമുഖതയുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എനിക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ആളുകളാണ്. ഈ ഷുഗറിനും മറ്റുള്ള കാര്യത്തിനും മരുന്ന് കഴിച്ചിരുന്നു? മരുന്ന് കഴിച്ചായിരുന്നു. കഴിച്ചെന്ന് വെച്ചാൽ ഞാൻ തുടർച്ചയായിട്ട് കഴിക്കില്ല. മരുന്നിനോടുള്ള വിമുഖത കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തും. അതുപോലെ ഈ മൈഗ്രെയിനുള്ള മരുന്ന് ഉപയോഗിച്ചിരുന്നു? മൈഗ്രെയിന് ഞാൻ ഇവിടെ വരുന്നതിൻ്റെ തലേദിവസം വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കുറേ വർഷങ്ങളായിട്ട് മൈഗ്രെയിനുള്ള മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. പിന്നെ അലോപ്പതി മാത്രമേ ഉള്ളോ അതോ മറ്റ് ഏതെങ്കിലും നോക്കിയായിരുന്നു? നാച്ചുറോപ്പതി പോയിട്ടുണ്ട്. നാച്ചുറോപ്പതി പോയിട്ട് കുറവുണ്ടായിരുന്നു? നാച്ചുറോപ്പതി പോയിട്ട് എനിക്ക് 1-2 കിലോ ഒക്കെ കുറയണതല്ലാതെ വെയിറ്റ് ലോസിനാണ് ഞാൻ മെയിൻ. അപ്പോൾ എനിക്ക് തോന്നി വെയിറ്റ് ലോസ് ചെയ്താൽ ചിലപ്പോൾ കാലിനും ഇത് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ. അപ്പോൾ വെയിറ്റ് ലോസ് 2 കിലോയോ അല്ലെങ്കിൽ 3 കിലോയോ കൂടി വന്ന അത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അത്രേ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആ ജീവിത രീതി പിന്തുടരാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചായിരുന്നു. പക്ഷെ അത് പിന്തുടരാൻ പറ്റിയില്ല. അത് അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ല. ഇവിടെയുള്ള പോലെയുള്ള ഒരു അറിവും നോളജൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ സാറെന്ന് പറഞ്ഞാൽ നമ്മളെ ഇരുത്തി ഒരു ഗുരുകുലം മോഡലിൽ തന്നെയാണ് സാറ് നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതെങ്ങനെ അടുത്തതിൽ എങ്ങനെ ശരിയാക്കണമെന്ന് ആള് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വന്നിട്ട് എത്ര ദിവസമായി? ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 14ാമത്തെ ദിവസം. ഈ 14 ദിവസം കൊണ്ട് വെയിറ്റിൽ കുറവ് വന്നിട്ടുണ്ട്? നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 7 കിലോ 8 കിലോ അടുത്തോളം കുറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഉള്ള ജീവിത രീതി പഠിപ്പിച്ച ജീവിത രീതി നമുക്ക് പിന്നീട് പിന്തുടരാൻ പറ്റുന്ന വിധത്തിലാണോ? പിന്തുടരാൻ പറ്റുന്ന രീതിയിലാണ്. ഞാൻ ഒരിക്കലും ഉപവാസം എടുത്തിട്ടില്ല, എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കതൊന്ന് പ്രാക്ടീസും കൂടെ ചെയ്യണമായിരുന്നു. അത് ആളായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ സംഭവമായിരിക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഡേ എനിക്ക് ശകലം ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. പക്ഷേ സെക്കൻഡ് എടുത്തപ്പോൾ എനിക്ക് യൂഷ്വൽ ഒരു കുഴപ്പമില്ല, കുറച്ചും കൂടെ എനർജി ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഡോക്ടറാണോ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ഭേദമാക്കുന്നത്, അതോ വേറെ ഡോക്ടറുടെ ചികിത്സ കൊണ്ടാണോ, അതോ
വേറെന്തും കൊണ്ടാണോ? അത് ഡോക്ടർ വന്ന ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഞാനല്ല നിങ്ങളെ ചികിത്സിക്കുന്നത്, നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരമാണ് ചികിത്സിക്കുന്നത്, വഴികാട്ടി മാത്രമേ ആവുന്നുള്ളൂ. അപ്പം നിങ്ങൾ ശരീരത്തിന് അങ്ങ് സുഖമാകാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത് തന്നെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചപ്പോൾ കാര്യങ്ങൾ ശരിയാണ്. നമ്മുടെ ശരീരം തന്നെ അപ്പോൾ ഓരോന്നും നമ്മൾ പോയിന്റ് ഔട്ടായിട്ട് കാണിച്ചു തരും, പറഞ്ഞു തരും, ഇന്നതാണ് കാര്യങ്ങൾ, ഈ രീതി കൂടെ പോകും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കും, ഉൾക്കൊള്ളാനും പറ്റും. അതെ അതെ, അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടരാനായിട്ടും സാധിക്കും. അതായത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ അത് മിക്കവാറും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അത് എനിക്കിനി ചെയ്യാൻ പറ്റും, കാരണം പരിശീലനം കിട്ടി. നമുക്ക് ഇത് പരിശീലനത്തിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായി. അല്ലാതെ ഇത് നിങ്ങൾ ചെയ്യുക എന്നല്ല പറഞ്ഞു വിടുന്നത്. ഇത് എന്ത് ആവശ്യകത കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെ രോഗം ശരീരം ഭേദമാക്കണമെങ്കിൽ. രോഗം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എതിരല്ല. രോഗം നമ്മുടെ ശരീരം ശരിയാക്കാൻ വേണ്ടിയാണ്. നമ്മൾ മറ്റുള്ള സാധനങ്ങൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ രോഗം മൂലം ശരീരത്തെ ശരിയാക്കാനുള്ള ആ ശ്രമത്തെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. അത് അല്ല എന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ തുടർന്നു പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന ഒരു ജീവിത രീതിയും ഈ രീതിയും തമ്മിൽ, അപ്പം ആ ജീവിത രീതി തുടരുമ്പോൾ നമുക്ക് ഒത്തിരി ഇപ്പം നമ്മുടെ ഭക്ഷണ രീതികൾ മറ്റുള്ള രീതികളിലൊക്കെ വളരെയേറെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു ധാരണ ആ രീതിയിലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നത് എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്താ മനസ്സിലായത്? ഇവിടെ വന്നതിന് ശേഷം ഇത് വ്യായാമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിലീസ്, നമ്മുടെ എന്തൊക്കെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു രീതി. അതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ്. യോഗ സൂപ്പറായിരുന്നു സാറ് പഠിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ആഹാര രീതികൾ, പിന്നെ ജ്യൂസ് തരുന്നത്, അതൊക്കെ മസാജിങ്ങിന് വല്ല മരുന്നുകളോ മറ്റേ അതുപോലുള്ള സാധനങ്ങൾ വല്ല ഉപയോഗിച്ചിരുന്നോ? ഒന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ആ മസാജ് തീരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ ചെയ്തു, ആ നല്ലൊരു അനുഭവമാണ്. എന്നെ മാഡം തരുന്ന മസാജ് ഭയങ്കര പവർഫുള്ളാണ്. എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല ആത്മാർത്ഥമായിട്ടാണ് മാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സ് സന്തോഷിച്ച് തന്നെ കൊടുക്കുന്ന എന്തെങ്കിലും നമ്മൾ ഇതാക്കുന്നുണ്ടെങ്കിൽ അത് നല്ല മൂല്യവത്താണെന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ ജീവിത രീതി ഇങ്ങനെ മാറ്റണം, അല്ലെങ്കിൽ ഈ വരുന്ന ഒരു നമ്മുടെ തലമുറയിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയിലുള്ള ആൾക്കാർ ജീവിത രീതി ഇങ്ങനെ മാറ്റണം എന്നുള്ള ഒരു അവബോധം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇവിടെ വന്നതിന് ശേഷം? കിട്ടിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ എൻ്റെ കുടുംബത്തിൽ പോയാലും എനിക്കത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും, അവർക്കിപ്പോൾ എന്നെ കാണുമ്പോൾ അറിയാമല്ലോ, പറഞ്ഞു മനസ്സിലാക്കാനും എല്ലാം എനിക്ക് സാധിക്കും. അവരെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പ്രതിനിധി വന്നു പഠിച്ച് ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് അതുപോലെ ഈ 30 വർഷം കൊണ്ട് നമ്മൾ അനുഭവിച്ച തലവേദന, അല്ലെങ്കിൽ അത് നമുക്കറിയാമല്ലോ, മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം വരുമ്പം ഈ 30 വർഷം നമ്മൾ ഗുളിക കഴിച്ച് നമ്മൾ ഇതുപോലൊക്കെ ആയിട്ട് ആ മാറ്റം ഗുളിക ഇല്ലാതെ ഈ ഇവിടെ വന്നതിന് ശേഷം ആ ഗുളിക ഉപയോഗിച്ചിരുന്നോ, എന്തെങ്കിലും ഉണ്ടായോ? ഇവിടെ വന്ന ശേഷം ആദ്യത്തെ ദിവസം എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞാനപ്പോൾ ഗുളികയെടുത്ത് കഴിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഡോക്ടർ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. പറഞ്ഞു ഡോക്ടർ നല്ല തലവേദനയായിരുന്നു എനിക്ക്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഉറക്കക്കുറവ്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഉറക്കക്കുറവ് ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഉറക്കക്കുറവിന് ഗുളിക കഴിച്ചിരുന്നു? ഉറക്കക്കുറവിന് ഞാൻ 3 വർഷമായി ഞാൻ സോൾഫ്രഷ് എന്ന് പറഞ്ഞൊരു മരുന്ന് കഴിക്കണം. എനിക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂർ സുഖമായിട്ട് എനിക്ക് കിടന്നുറങ്ങാം, ശരിക്കും ഉറങ്ങാം. പക്ഷെ അത് ഭയങ്കര അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് തളർന്നു പോകും. അതുപോലെ തന്നെ ബുദ്ധിക്കും ബോധത്തിനൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം ഞാൻ കഴിച്ചു. അത് ഇവിടെ വന്നേ ആദ്യത്തെ ദിവസം തലവേദനയ്ക്കുള്ളതും ഇതും കഴിച്ചു. എനിക്ക് അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങി, പക്ഷെ ഞാൻ ഗുളിക കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കഴിക്കരുത്, ഇനി ഒരു ഗുളിക പോലും കഴിക്കരുത്, കഴിക്കാതെ തന്നെ ഉറങ്ങണം, അങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം തുടങ്ങി കഴിക്കാനില്ല. പക്ഷെ എനിക്ക് ഉറക്കം വൈകിയാണ് വരുന്നത്, എങ്കിലും ഉറക്കം കുഴപ്പമില്ലാതെ ഇപ്പം പോകും അല്ലേ? അപ്പോൾ ഈ വളരെ വർഷങ്ങളായിട്ടുള്ള ഉറക്കക്കുറവും അതുപോലെ തന്നെ ഈ മൈഗ്രെയിനും ഇപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഉണ്ടാകുന്നില്ല. ആ ഒരു ദിവസം കഴിച്ച ഗുളിക മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് ഗുളിക നിർത്തുകയും
ആ ഗുളിക വന്നിട്ടില്ല വന്നിട്ടുമില്ല അല്ലേ? ഇല്ല ഇല്ല. അപ്പം നമ്മൾ വളരെ വർഷങ്ങൾ കൊണ്ടുനടന്ന ഒരു അസുഖം നമ്മുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയതിലൂടെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതക്രമമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. അതെ, നമുക്ക് തന്നെ സ്വയം സുഖപ്പെടുത്താൻ പറ്റും. പക്ഷെ അറിഞ്ഞിരിക്കണം, കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ കിട്ടിയത് നന്നായിട്ട്. അതാണ് ഏറ്റവും വലിയ ഒരിത്. പിന്നെ ഇവിടെ ഭക്ഷണം നമുക്ക് പലപ്പോഴും ഉപവാസമാണ്, അല്ലെങ്കിൽ ജ്യൂസ്, അതല്ലാതെ തന്നെ ഭക്ഷണം ഉള്ള ഭക്ഷണം നമുക്ക് എങ്ങനെയാണ് സാധാരണ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് എല്ലാ ദിവസവും തന്നെ കിട്ടിയേക്കുന്നത്. പക്ഷേ മിനിമൈസ് ചെയ്താണ് നമുക്ക് തരുന്നത്, നമ്മുടെ ബോഡി അതുപോലെ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഭക്ഷണത്തിന് ടേസ്റ്റും മറ്റുള്ള ടേസ്റ്റൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാം നല്ല ഇതായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടാണ് മാഡം ഉണ്ടാക്കി തന്നത്. മാഡം അതെ അതെ. ശരി. മറ്റ് ചികിത്സാ രീതികൾ നമുക്ക് ചികിത്സിക്കുകയാണെങ്കിൽ ഇവിടെ ചികിത്സിക്കുകയല്ല, അല്ല ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ചികിത്സിക്കുകയല്ല, നമ്മുടെ ശരീരം തന്നെ മാറ്റാൻ വേണ്ട ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ഇത് നമ്മൾ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടിക്കുന്നതിലൂടെ ഇത് മാറ്റാം എന്നുള്ള കാര്യം ഇപ്പം 100% ഉറപ്പാണ്. അത് എനിക്ക് ഇപ്പം ഞാൻ 15 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇനി അടുത്ത ഒരു പ്രാവശ്യം കൂടി 15 ദിവസം നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുറേ കൂടി ഇതിപ്പോ ലിമിറ്റഡ് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടി വന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ നോട്ടെ. എന്നാലും ഞാൻ ഹാപ്പിയാണ്, കാരണം ഇത്രയും കിലോ ഒരിക്കലും എനിക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല. 7 കിലോ കുറയ്ക്കാന്ന് വെച്ചാല് 15 ദിവസം കൊണ്ട് നാച്ചുറോപ്പതി ചികിത്സയ്ക്ക് പോയിട്ട് പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്, അവിടെ അനുഭവിച്ച ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇവിടുത്തെ ഒരു ചികിത്സാ രീതി. അവിടെ എന്ന് വെച്ചാലേ നമുക്ക് ഇപ്പോൾ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് അങ്ങനെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സാറാണെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഒന്ന് ഇതായി എന്ന് വെച്ചാൽ ഒന്ന് തല കറങ്ങി. അപ്പം നമുക്ക് അപ്പം തന്നെ കാലത്തെ വന്ന് ചോദിക്കും വല്ല കുഴപ്പമുണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ട് സംസാരിക്കാനും നമുക്ക് തോന്നും. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. അതെ അതെ. അപ്പോൾ ഇനി ഇത് മറ്റുള്ളവരോട് ഇപ്പം ഇതേ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെ ഈ ഷുഗർ, അതുപോലെ തന്നെ മൈഗ്രെയിൻ, ഇതൊക്കെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് ശരിയായി പോകുന്നത്. അങ്ങനെയുള്ള ഇഷ്ടം പോലെ രോഗികളുണ്ട്. അവരോട് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവർക്ക് ഒരു മാതൃകയായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാനിങ്ങനെ പോയി, എനിക്ക് കറക്റ്റായിട്ട് അറിയാലോ, വേറൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം അവരോട് പറഞ്ഞ് പിന്നെ എനിക്ക് കുറേയൊക്കെ ആൾക്കാരെ വിടാൻ പറ്റും. ഇവിടെ വരുമ്പം, ഇവിടേക്ക് എത്തുമ്പം, ഈ 14 ദിവസം മുമ്പ് ഇവിടേക്ക് എത്തുമ്പം ഇങ്ങനൊരു കറക്റ്റായ ഒരു ഫീലിംഗ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇങ്ങനൊരു കുറവുണ്ടാകുമെന്ന് 100% വിശ്വസിച്ചാണോ വന്നത്? അല്ല, ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലുകളുടെ സെറ്റപ്പ് അല്ലല്ലോ. അപ്പോൾ ഒരു വീടിൻ്റെ അന്തരീക്ഷമാണോ, ഇതാണോ, ഇങ്ങനെയാണോ, ഒന്ന് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ തന്നെ. അതെ അതെ അതെ. അപ്പം വളരെ വർഷങ്ങൾ, ഏകദേശം 30 വർഷത്തോളം മൈഗ്രെയിനും മറ്റുള്ള രോഗങ്ങളും അതുപോലെ കൊണ്ടു നടന്ന് പല ചികിത്സകളും, നാച്ചുറോപ്പതി അടക്കമുള്ള പല ചികിത്സകളും ചികിത്സിച്ച് നോക്കി, പല ഗുളികകളും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് അതിൽ നിന്ന് ഒന്നും രോഗം ശമനമാകാതിരിക്കുകയും അത് കഴിഞ്ഞ് ഇവിടെ നവജീവനത്തിലെത്തുകയും നവജീവനത്തിലെ പ്രത്യേക ജീവിത രീതി ക്രമം ചിട്ടപ്പെടുത്തലിലൂടെ രോഗം പൂർണ്ണമായി ഭേദമായി ഇവിടെ നിന്ന് പോകുന്ന ജെസ്സി എബ്രഹാമിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ നന്ദി, നമസ്കാരം.